ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ലാബിന്റെ പ്രവർത്തനം നിലച്ചുവെന്നും സ്വകാര്യ ലോബികളെ സഹായിക്കുവാനുള്ള പഞ്ചായത്തിന്റെ ഗൂഢനീക്കമാണ് ഇതിന്റെ പിന്നിലെന്നും ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ചേലക്കര പഞ്ചായത്തിലെ ഫാമിലി ഹെൽത്ത് സെന്റർ, അതായത് കുടുംബാരോഗ്യ കേന്ദ്രം എന്നറിയപ്പെടുന്ന തോന്നൂർക്കരയിലെ ആശുപത്രി, പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക് ആ മേഖലയിൽ നിന്ന് മാത്രമല്ല ചേലക്കര പഞ്ചായത്തിന്റെ മറ്റു മേഖലകളിൽ നിന്നും ആളുകൾ മറ്റേ ഡോക്ടർമാരെ കാണുന്നതിനും ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും അനവധി പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ തോന്നൂർക്കര മേഖലയിലെ ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം. പക്ഷെ അവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു ലാബ് ആരംഭിക്കുകയും ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പ് ഗംഭീരമായ ഉദ്ഘാടന മാമാങ്കം നടത്തി ബഹുമാനപ്പെട്ട MP തന്നെ ഉദ്ഘാടനം ചെയ്ത ആ ലാബ് ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം ചേലക്കരയിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇന്ന് അത് കിട്ടുന്നില്ല. കാരണം അവിടെ സ്റ്റാഫില്ല, അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഉപകരണങ്ങളില്ല. അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം അവിടെ നടത്തി, ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടത്തി എന്നല്ലാതെ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ലാബിലേക്ക് അടിയന്തരമായ ഒരു സ്റ്റാഫിനെ ഏർപ്പെടുത്തണം. അവിടെ ആവശ്യമായ ഉപകരണങ്ങളും അതിന് ആവശ്യമായ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ചേലക്കര പഞ്ചായത്ത് ഈ ലാബ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ ലാബിനാണ് ഇപ്പൊ ഈ ദുരവസ്ഥ. ഇതിലിപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളത്, കാരണം ഈ ചേലക്കരയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം അകലെയാണ് ഈ ആരോഗ്യ കേന്ദ്രവും ഈ ഇപ്പൊ പൂട്ടിക്കിടക്കുന്ന ഈ ലാബും ഉള്ളത്. അവിടുത്തെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിശോധന, ചികിത്സാ സംബന്ധമായ ഒരു പരിശോധന നടത്തണമെങ്കിൽ ഇപ്പോൾ ചേലക്കരയിൽ വന്ന് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണത്. ഇത് സ്വകാര്യ ലാബുകളെ സഹായിക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്ന് ജനം ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ചേലക്കര പഞ്ചായത്തിലെ അധികാരികളാണ്.